SIR-ആയിട്ട് ബന്ധപ്പെട്ട് BLO കൊണ്ട് തന്ന എന്യൂമറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ഒരു ഫോമാണ് ഉള്ളത്. ആ ഫോമിൽ ഫോട്ടോ മാറ്റേണ്ടതുണ്ടെങ്കിൽ ക്ലിയർ ഒന്നും ഇല്ലെങ്കിൽ ഫോട്ടോ മാറ്റണം. ആദ്യം അതാണ് ചെയ്യേണ്ടത്, ഫോട്ടോ മാറ്റാം. അതിനുശേഷം പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണുക ജനന തീയതിയാണ്. അത് ആദ്യം ദിവസമാണ് 11/4/1956. പിന്നെ അടുത്തതിന്റെ ആധാർ നമ്പർ ആട്ടോ 3457 ഇത്. അടുത്തതിന്റെ മൊബൈൽ നമ്പറാണ് 99463217. അടുത്തതിന്റെ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ ഏതാണ് കൊടുക്കുന്നത്, എന്റെ വാപ്പന്റെ പേരാണ് ഞാൻ എഴുതുന്നത് അസൈൻ. പിന്നെ അടുത്തത് പിതാവിന്റെ എപ്പിക് നമ്പർ. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഐഡന്റി കാർഡിന്റെ നമ്പർ ആട്ടോ. ഇപ്പന്റെ ഐഡന്റി കാർഡിന്റെ നമ്പറാണ് എടുക്കേണ്ടത്. അത് Q78 ഉള്ള ആ നമ്പർ. അടുത്തത് മാതാവിന്റെ പേര് ഉമ്മു സൽമ. അപ്പോ മാതാവിന്റെ എപ്പിക് നമ്പർ Q8. ഇനി അടുത്ത് പങ്കാളിയുടെ പേര് ഉണ്ടെങ്കിൽ മതി. പങ്കാളി നിർബന്ധമൊന്നുമില്ല, അവൻ മുഹ്സിന. പങ്കാളിയുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ രീതി. അത് ഈ വലതുഭാഗത്ത് ആണ് കേട്ടോ. ഇവിടെ പിന്നെ ചേർത്തത് വലതുഭാഗം കുറച്ച് ഇങ്ങോട്ട് വിട്ട് സ്ഥലത്ത് അവിടെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടി കേട്ടോ. ഇനി അടുത്തത് 2002 വോട്ടർ ലിസ്റ്റിൽ ഉള്ളതാട്ടോ. അപ്പോൾ ആദ്യം വോട്ടറുടെ പേര് റഫീഖ്, പിന്നെ എപ്പിക് നമ്പർ ഐഡന്റി കാർഡിന്റെ നമ്പർ ആട്ടോ Q7. ബന്ധുവിന്റെ പേര് അല്ലെങ്കിൽ ബന്ധുവിന്റെ പേര് എന്റെ ഉപ്പയുടെ പേരാണ് ഉള്ളത്. അത് ഉപ്പയുടേതും ഉമ്മയുടേതും വലിയപ്പയുടേതും വലിയമ്മൻ്റെതും ഒക്കെ കൊടുക്കട്ടോ. അപ്പോ അസൈൻ. അടുത്ത ബന്ധം പിതാവ്. ജില്ല കോഴിക്കോട്, സംസ്ഥാനം കേരളം, നിയമസഭാ മണ്ഡലം ഞങ്ങൾ കൊടുവള്ളി ആട്ടോ, കൊടുവള്ളി. അടുത്ത നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ആട്ടോ. ഒരു നമ്പർ ഉണ്ടാവും 121. ഇനി ഭാഗം എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പർ ആയിരിക്കും, അതിനൊരു നമ്പർ ഉണ്ടാവും, ക്രമ നമ്പർ ഉണ്ടാവും. അതൊക്കെ 2002 ഉള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവുന്നത് 340. 2002 വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്ത ഉറക്കാട്ടോ. മൂസിനൊക്കെ ഇല്ല, എന്റെ ഭാര്യ മൂസിനൊക്കെ ഇല്ലാത്തത് കൊണ്ട് അവരെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇതിന്റെ വലതുഭാഗത്താണ് പൂരിപ്പിക്കേണ്ടത്, നമ്മുടെ ഫോമിന്റെ വലതുഭാഗത്താണ്. അപ്പൊ പേര് എന്നുള്ളത് അവളുടെ പിതാവിന്റെ പേരാണ് എഴുതി. അവളുടെ പിതാവ്, മാതാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പേരാണ് എഴുതി. അപ്പൊ അവളുടെ പിതാവിന്റെ പേരാണ് എഴുതുന്നത് മുഹമ്മദ്. എപ്പിക് നമ്പർ. ബന്ധുവിന്റെ പേര്. ബന്ധുവിന്റെ പേര് എന്നുള്ളത് പിന്നെ മൂസിനയുടെ ഉപ്പയുടെ പേരാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയുടെ പേരാണ് എഴുതേണ്ടത്. ഞാൻ എഴുതുന്നത് ഉപ്പയുടെ പേരാട്ടോ, സുലൈമാൻ. ബന്ധം പിതാവ്. ജില്ല കോഴിക്കോട്, സംസ്ഥാനം കേരളം, നിയമസഭാ മണ്ഡലം കൊടുവള്ളി തന്നെയാട്ടോ. മൂസിനന്റെ കൊടുവള്ളി തന്നെയാണ്. അപ്പോൾ മണ്ഡല നമ്പർ, ഭാഗം, ബൂത്ത് നമ്പർ, ക്രമ നമ്പർ, ഇത്ര എല്ലാം കൂടി പൂരിപ്പിച്ചാൽ മതി കേട്ടോ. ഓക്കെ.